നമസ്കാരം. വളരെ കുറച്ച് മനുഷ്യസ്നേഹികളുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങി പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് അന്ത്യയാത്ര. പരിസ്ഥിതി സംരക്ഷണത്തിനായി ജീവിതകാലം മുഴുവൻ പൊരുതിയ മഹത് വ്യക്തിയുടെ അന്ത്യയാത്രയ്ക്ക് എത്തിയത് 50 പേർ മാത്രമാണ്. പത്മഭൂഷൺ ജേതാവിന് അന്ത്യയാത്ര ചൊല്ലാൻ ഉപചാരമർപ്പിക്കാൻ ഒരു മന്ത്രി പോലും ഇല്ലായിരുന്നു. എന്തിന് സ്ഥലം MLA പോലും എത്തിയില്ല. പരിസ്ഥിതി ശാസ്ത്ര മേഖലയിലെ ഏതാനും പേർ മാത്രമായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുടെ പൂനെയിലെ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. ഭൗതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ പൂനെയിൽ സംസ്കരിച്ചു. മഹാരാഷ്ട്രയിലെ VIP-കൾ, മന്ത്രിമാർ, MLA-മാർ ഉൾപ്പെടെ പ്രമുഖരുടെ നിര പ്രതീക്ഷിച്ചെത്തിയ മാധ്യമപ്രവർത്തകർ കണ്ടത് വിരലിലെണ്ണാൻ കഴിയുന്ന അത്രയും പേർ മാത്രമാണ്. കൊടിവെച്ച കാറുകളിൽ ആരും അദ്ദേഹത്തെ കാണാൻ വന്നിട്ടില്ല. രാഷ്ട്രീയക്കാരുടെ തിരക്കില്ല. പത്മഭൂഷൺ ജേതാവിന് അന്ത്യയാത്ര ചൊല്ലാൻ ഉപചാരമർപ്പിക്കാൻ ഒരു മന്ത്രി പോലുമില്ലായിരുന്നു. മറാഠ ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങളിലെ ആരെയും അവിടെ കാണാനില്ല. വളരെ കുറച്ച് മനുഷ്യസ്നേഹികളുടെ ഇടയിൽ വെറും മണ്ണിൽ വെള്ളപൊതിച്ച് കിടക്കുന്ന സഹ്യന്റെ പുത്രൻ, അതായിരുന്നു ആ കാഴ്ച. ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാരമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഉപചാരമർപ്പിക്കാനെത്തിയ പോലീസുകാർ വഴിതെറ്റി വേറെ എങ്ങോട്ടാണ് ആദ്യം പോയത്. അരമണിക്കൂറാണ് എല്ലാവരും കാത്തിരുന്നത്. പോലീസുകാർ എങ്ങനെയൊക്കെയോ വഴി കണ്ടുപിടിച്ച് വരുന്നതുവരെ അനാഥ മൃതദേഹത്തെ ഓർമ്മിപ്പിച്ച് മണ്ണിൽ കിടക്കുകയായിരുന്നു മാധവ് ഗാഡ്ഗിൽ. 2 വർഷം മുമ്പ് UN ചാമ്പ്യൻ ഓഫ് എർത്ത് ബഹുമതി നൽകി ആദരിച്ച മനുഷ്യന് ആ മണ്ണിൽ ആരുടെയും ശല്യമില്ലാതെ ഉറങ്ങിക്കിടക്കാനാവും ഇഷ്ടം. എങ്കിലും മനുഷ്യർക്ക് ഇത്ര പോലും നന്ദിയില്ലാതെ പോയല്ലോ എന്ന് ചിന്തിച്ച് ചുറ്റും നോക്കുമ്പോൾ അവിടെയാകെ നിശബ്ദത. 1942 മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട താഴ്വരയിൽ ജനിച്ച ഗാഡ്ഗിൽ തന്റെ ജീവിതകാലം മുഴുവൻ പ്രകൃതി സംരക്ഷണത്തിനായി പോരാടി. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 31 വർഷത്തോളം സേവനമനുഷ്ഠിച്ച അദ്ദേഹം പശ്ചിമഘട്ട സംരക്ഷണത്തിനായി സമർപ്പിച്ച ഗാഡ്ഗിൽ റിപ്പോർട്ടിലൂടെയാണ് ജനശ്രദ്ധയെ ആകർഷിച്ചത്. ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള രാജ്യാന്തര വേദികൾ അദ്ദേഹത്തിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ ആദരിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗാഡ്ഗിൽ വെറുമൊരു ശാസ്ത്രജ്ഞനായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ പ്രവാചകൻ കൂടിയായിരുന്നു. വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയെ മറക്കുന്നത് വലിയ വിപത്തുകൾക്ക് വഴിയൊരുക്കുമെന്ന് അദ്ദേഹം മലയാളികളെ നിരന്തരം ഓർമ്മിപ്പിച്ചു. ഒരു കാലത്ത് വികസന വിരോധിയെന്നും ശല്യക്കാരനായ പരിസ്ഥിതിവാദിയെന്നും വിളിച്ച് പലരും അദ്ദേഹത്തെ ക്രൂശിച്ചെങ്കിലും കേരളം പിന്നീട് നേരിട്ട പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഗാഡ്ഗിലിന്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു. ഗാഡ്ഗിലിന്റെ വിയോഗത്തിലൂടെ പശ്ചിമഘട്ടത്തിന് നഷ്ടമായത് അതിന്റെ ഏറ്റവും കരുത്തനായ കാവൽക്കാരനെയാണ്.